ഹോളി ഹെൽ യഥാർത്ഥത്തിൽ മാതാ അമൃതാനന്ദമയ്യെക്കുറിച്ചും ആ മഠത്തെക്കുറിച്ചും ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഗെയിൽ യഥാർത്ഥത്തിൽ മാതാ അമൃതാനന്ദമയ്യെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം, അപകടകാരിയായ ഒരു സ്ത്രീ, പണത്തോട് അത്യാർത്തിയുള്ള ഒരു സാധാരണ സ്ത്രീ, സ്വിസ് ബാങ്ക് നിക്ഷേപം ഒക്കെ അടങ്ങുന്ന വളരെ വലിയ വെളിപ്പെടുത്തലുകൾ ഗെയിൽ നടത്തുമ്പോൾ അതിൻ്റെതായ മറുപടി മഠത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് പൊതുസമൂഹം ആഗ്രഹിക്കില്ലേ? ഇത് വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രജുഡിസ് സൃഷ്ടിക്കലല്ലേ? ഇതൊരു ആരോപണമാണ്. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി സത്യമാണെന്ന മുൻവിധി നമ്മളിത് സൃഷ്ടിക്കും. ഈ ആരോപണങ്ങളെ കുറിച്ച് എല്ലാ അന്വേഷണം വേണം. അതിനൊന്നും ആരും എതിരല്ല. വെളിപ്പെടുത്തലുകളെ കുറിച്ചും വെളിപ്പെടുത്തൽ എന്ന് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സത്യമാണെന്ന ഒരു പ്രജുഡിസ് നമ്മൾ സൃഷ്ടിക്കും. ഒരു ആരോപണം മാത്രമാണ്, തീർന്നില്ല. ഇനി അത് എന്റെ അഭിപ്രായത്തിൽ ഇതിനുവേണ്ടി ഇത് തീർച്ചയായും അന്വേഷിക്കണം. ഒരു 2 വരി കൂടി. ഇവർ മാത്രമല്ല, ഈ ആരോപണം മാത്രമല്ല, ഈ പുസ്തകത്തിന് ഇൻ പാർട്ട് എഡിറ്റ് ചെയ്ത, ഇൻ പാർട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ജെസി ഹോഫ്മാൻ, ബ്രോണ്ടെ ബാക്സ്റ്റർ എന്നാണ് അവരുടെ 2 പേരുകളിലാണ് സ്യൂഡോണിമായി അറിയപ്പെടുന്നത്. അവർ പറയുന്നത്, ഇത് നിങ്ങൾ സീരിയസ് ആയി അന്വേഷിക്കേണ്ട ഒരു ആരോപണമാണ്. അമൃതാനന്ദമയി യഥാർത്ഥത്തിൽ യുണൈറ്റഡ് നേഷൻസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ആണ്. യഥാർത്ഥത്തിൽ ഇവരൊരു ഏലിയൻ ആണ്. ഇവരുടെ ഹഗ്ഗിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് ഏലിയൻ എനർജി ഭൂമിയിലേക്ക് വരികയും മനുഷ്യരാശിയെ കീഴടക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ്. അതിന് നമ്മൾ ഈ കരവിട്ടെങ്ങും പോകണ്ട, അവർ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഇത്തരം ആരോപണങ്ങൾക്ക് എന്തുകൊണ്ട് മഠം മറുപടി പറയുന്നില്ല എന്നുള്ളതാണ്. ഈ അത്യാവശ്യം സെലക്ടീവ് റീഡിംഗ് വെച്ച് കുറച്ച് എടുത്തു മാത്രം ആൾക്കാർ പറയുന്നത്. ഇവരുടെ ലോബികളുടെ, അതായത് ഈ ജെസി ഹോഫ്മാന്റെയും ഗെയിലിന്റെയും ഫുൾ ഇന്റർനെറ്റും അവരുടെ പ്രസാധകരും ശ്രദ്ധിച്ചാൽ ലാഫബിൾ ആണ് പല അലിഗേഷൻസും. ഇത് അമൃതാനന്ദമയ്യെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്ന ഒരു പുസ്തകം മാത്രമാക്കി ഇതിനെ ചുരുക്കണ്ട. ആധ്യാത്മിക പാത തേടി എത്തി പാളം തെറ്റിയ ദുരന്ത കഥകളുടെ ഒരു പുസ്തകമാക്കിയാൽ മതി. ഇതിന്റെ ആരോപണങ്ങളുടെ ചൈൽഡിഷ്നെസ് ശ്രദ്ധിക്കും. അതിലേക്ക് പലരും ആരോപിക്കുന്ന അമൃതാനന്ദമയ്ക്ക് 33,000 ലക്ഷം കോടിയാണ് ആസ്തി എന്നാണ്. അതായത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ $1.92 ട്രില്യൺ ആണ്. അൺസ്റ്റേറ്റഡ് ആയ, അതായത് രഹസ്യമായി അമേരിക്ക ചെയ്യുന്നു എന്ന് എല്ലാവരും കൂടെ പറയുന്നത് ഏകദേശം 16,000 ലക്ഷം കോടിയാണ്. ഈ അമൃതാനന്ദമയ്ക്ക് അഥവാ അതിന്റെ ഇരട്ടിയിൽ കൂടുതലായ 33,000 ലക്ഷം കോടി ഉണ്ടെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കൂ? ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയോ? പക്ഷേ ഡിബേറ്റ് ചെയ്യേണ്ടതാണോ? ഡിബേറ്റ് ചെയ്യണം. ഇത് ഡിബേറ്റ് ചെയ്യണം. ഇതെല്ലാം കൂടെ ഡിബേറ്റ് ചെയ്യണം. അതിൽ 1-2 റേപ്പ് പോലത്തെ കാര്യങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്. വെറുതെ അങ്ങ് പറഞ്ഞാൽ